ഒരു വ്യത്യസ്ത രീതിയിലുള്ള നോമിനേഷനാണ് ഈ വീക്കിൽ. ഓപ്പൺ നോമിനേഷൻ. എവിടെയൊക്കെ ആരൊക്കെ നിൽക്കുന്നോ ബിഗ് ബോസ് പറയുമ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് അവർ നോമിനേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള നോമിനേഷനായിരുന്നു. അനീഷിൻ്റെ നോമിനേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷിൻ്റെ ഫസ്റ്റ് നോമിനേഷൻ സാബുമാനാണ്. കഴിഞ്ഞ വീക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാബുമോന് കഴിഞ്ഞില്ല. സാബുമോൻ ഇപ്പോഴും ഒരു സേഫ് സോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പണായിട്ട് നിന്ന് സംസാരിക്കാനോ ഒന്നിനും സാബുമോന് സാധിക്കുന്നില്ല. വീട്ടിലെല്ലാവരും നല്ല സജീവമായിട്ടാണ് നിൽക്കുന്നത്. അവരെ എല്ലാവരെയും വെച്ച് സാബുമോൻ വളരെ പിന്നിലായിട്ടാണ് കാണുന്നത്. അധികം ആരോടും മിങ്കിൾ ചെയ്യാറില്ല. അഭിപ്രായങ്ങൾ തുറന്നു പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാബുമോൻ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ നോമിനേഷൻ സാബുമോൻ. രണ്ടാമത്തെ നോമിനേഷൻ ഞാൻ ചെയ്യുന്നത് നൂറയാണ്. നൂറ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഇവിടെ 3 പെൺകുട്ടികളാണ് ആകെ ഉള്ളത്. എന്ത് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായാലും നൂറയുടെ സൗണ്ട് ഞാൻ കേൾക്കാറേ ഇല്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ട് നടക്കുന്നു. അല്ലാതെ എനിക്ക് ഇവിടെ ഒന്നും നൂറയെ കാണുവാനേ ഇല്ല. നൂറയെക്കുറിച്ച് ഒന്നും പറയാനുമില്ല. നല്ല ടാലൻ്റ് ഉള്ള ഒരാളാണ് നൂറ. പക്ഷേ അതൊന്നും വിനിയോഗിക്കുന്നില്ല. നൂറ കുറച്ച് നാളായിട്ട് നൂറ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ അതിൽ വേറൊന്നും എനിക്ക് കാണാനില്ല. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ നോമിനേഷൻ നൂറ, ഫസ്റ്റ് നോമിനേഷൻ സാബുമോൻ എന്ന് പറയുന്നു. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.